ആ ഫ്ലൈറ്റ് നേരത്തെ വന്നല്ലോ അല്ലേ? ടാക്സി പിടിച്ചിരുന്നോ? ഓ അപ്പൊ കാർ അയക്കണ്ടേ? ആ എന്നാ ശരി ശരി ഓക്കെ ഓക്കെ. ഓ പിള്ളേരും ഇവിടെ ഇല്ലല്ലോ എന്റെ കർത്താവേ. എടാ ചെറിയാനേ, എടാ ചെറിയാനേ, ഓ ഇവിടെ പോയി കെനിയെന്ന് എന്റെ അമ്മായി അമ്മാച്ചനൊക്കെ വരുന്നത്. വെൽ സെറ്റപ്പ് ആയിരിക്കണം. അമ്മായിയോ? അപ്പൊ അത് ഏതമ്മായി? നിനക്ക് അങ്ങനെ ഒരു അമ്മായി ഉള്ളിട്ട് എനിക്കറിയില്ലല്ലോ. നീന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മായി അമ്മാച്ചന്റെ മുന്നിൽ വെച്ച് എന്നെ വിളിച്ചേക്കരുത് കേട്ടോ. അവർക്കത് സഹിക്കില്ല മനുഷ്യ. അതെ അവരെന്നെ പൊന്നുപോലെ വളർത്തിയ അമ്മായിയാ. എന്നാ ഒരിക്കൽ നീ കഴുത്തിലിട്ടോ മാലയായിട്ട്. എന്ത്? അയ്യോ ഇത് വേറെ ഏതോ തരികിട കേസാണ്. കൂടുതലൊന്നും അന്വേഷിക്കണ്ട. അമ്മായിയെ കെനിയ ജീവിച്ച ആളാ, വളരെ സ്ട്രിക്റ്റാ. ദേഷ്യം വന്നാലേ കാലക്കിടന്ന ചെരുപ്പൂടി മുഖത്തടിക്കും. ചെരുപ്പൂത്തിയാന്നോ? എന്റെ അമ്മച്ചി, താൻ അവരോട് കേറി കള്ളുഷാപ്പിലെ സംസ്കാരം ഒന്നും കാണിച്ചേക്കരുത്. അവര് ഇംഗ്ലീഷിലേ സംസാരിക്കൂ. എന്നാ പിന്നെ ഞാൻ അവരോട് സംസാരിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചോണ്ട് വരാം. ഇയാള് കൊളവാക്കൂലോ. അവര് വരുന്നത് എന്നെ രക്ഷിക്കാനാണെന്ന്. അതിന് നീ ആപത്തിപ്പെട്ടോ? വലിയൊരു ആപത്തിലാണല്ലോ ഞാൻ പെട്ടിരിക്കുന്നത്. അവര് കേരളത്തിലെ പ്രോപ്പർട്ടി മുഴുവൻ എനിക്ക് എഴുതി തരാൻ വേണ്ടി വരുവാ. മാത്രമല്ല ഞാനും കെനിയിലൊക്കെ ഒന്ന് പോയി ചുറ്റിയടിച്ചു വരാമല്ലോ. അല്ല ഇവിടെ ഉണ്ടായിട്ട് എനിക്കൊരു ഗുണമില്ലല്ലോ. എന്താ? അല്ല നീ പോയിട്ട് വരുമ്പോ ഉള്ള വരുന്നു. ഒന്ന് മാറി മനുഷ്യ അങ്ങോട്ട്. എത്തിയെന്ന് തോന്നുന്നില്ല. ഓ 8 രൂപ പോരെ? നോക്കിക്കേ, എന്തുവാണോ ഇത്? ഒരു കൊട്ടാരം തന്നെയാണല്ലോ. ഓട്ടോയാ. അവരങ്ങനെ പാട്ട വണ്ടി വരത്തൊന്നുമില്ല, ഒരു കാറിലേ വരത്തുള്ളൂ. എന്നാലും ഈ ഓട്ടോയിൽ വന്ന ആരാ എന്റെ കർത്താവേ? ഈ ഓട്ടോയിൽ വരുന്നത് ആരാ? ഒന്ന് കേറി വാ. ഓ ഇതങ്ങോട്ട് പിടിക്കണോ? നോക്കി നിൽക്കാതെ. മോളെ സാറ കൊച്ചേ. അമ്മായി, ഞാൻ നിന്റെ സോഫി അമ്മായി. ഓവറാകണ്ട കേട്ടോ. ഇല്ല. ഓ കൂടച്ചക്ക പോലെ ഇരുന്ന നീ അങ്ങ് മെലിഞ്ഞു മുരിങ്ങക്ക പോലെ ആയല്ലോ. മോളെ ഇത് നിന്റെ അമ്മാച്ചൻ വില്യം ഡിസൂസ, കെനിയൻ മലയാളിയാ. കണ്ടിട്ട് സോമാലിയക്കാരനാണെന്ന് തോന്നുന്നു. അമ്മായിയുടെ പേരെന്തുവാ? പേര് പറഞ്ഞില്ലല്ലോ. സോഫിയ ലോറൻസ്. അയ്യോ പിടിവിട്ട കേസാ. ഇവനാണോടി സാറാമേ നിന്റെ ഭർത്താവ്? അതെന്നെ. അതെ, ഇച്ചിരി കൂടെ പൊക്കം കുറഞ്ഞവരെ നോക്കി കെട്ടാൻ മേലായിരുന്നോടി സാറാ കൊച്ചേ. എന്തിനാ അമ്മായി? അതെ അടങ്ങി നിന്നില്ലെങ്കിലേ പൂച്ചി കെട്ടി ചാക്കിനകത്താക്കി വല്ല തട്ടും പുറത്തിടാലോ. ഇയാളെ ഞാൻ ചെയ്യുന്ന പോലെ. വാസ്തവത്തിൽ പെണ്ണും പിള്ളമാരുടെ അടിമേടിക്കുന്ന വളരെ സുഖമുള്ള. അപ്പൊ എനിക്ക് മാത്രമല്ല പാരമ്പര്യമല്ലോ. പോയി അമ്മാച്ചിന് എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ടോ പോയിട്ട്. അമ്മായിക്ക് കുടിക്കാൻ എന്ത് വേണ്ടേ? ഓറഞ്ച് ജ്യൂസ് മതി. അതെ. അമ്മാച്ചനോ? ഏത്തപ്പഴം താങ്ങുവോ? താങ്ങിക്കാം. ഇവിടെ പോയി എടുത്തോണ്ട് വാടോ. ഒരു പുരാണം. ആട്ടെ, യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നിന്ന് നടുവിന്റെ ഏപ്പങ്ങ് തിരിഞ്ഞ് വണ്ടിയെ ഭയങ്കര തിരക്കായിരുന്നു. വണ്ടിയിലോ? അതെ, വിമാനത്തിന് ഇങ്ങനെ വണ്ടി വണ്ടിന്ന് വിളിക്കാറ്. ശരി. അതെ, പറഞ്ഞു വന്ന ആകാശവണ്ടിയാണല്ലോ. വിമാനത്തിൽ വെച്ച് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യും. ആ കണ്ടക്ടർ പെണ്ണിനെ അങ്ങ് കേറി പിടിച്ചു. അവിടെ തന്നെ അവള് കർണക്കുട്ടി കൊടുത്തു. അതെ, പൊള്ളാച്ചിന്ന് ഉള്ളിയും വിറ്റ് വന്ന ഒരു തമിഴത്തിയായിരുന്നു. ഉള്ളി കച്ചവടക്കാരത്തി വരെ വിമാനത്തിലോ? ആ കിഴക്കേ വെച്ചിലിരിക്കുന്ന കിളവ് 18 രൂപ 50 പൈസ. അമ്മ എന്താ ഈ അമ്മാച്ചി പറയുന്നേ? അതെ, പണ്ട് ചായക്കട വെച്ച് തലക്കിട്ട് ഒരു അടി കിട്ടി. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഞാൻ അമ്മായി എന്താ അമ്മായി രഹസ്യം പറയുന്നത്? എന്താ രഹസ്യം പറയുന്നത്? അത് പിന്നെ ഇങ്ങാർക്ക് റെസ്റ്റ് എടുക്കണമെന്ന് പറയാ. അത്രേ ഉള്ളോ? നമുക്ക് മുകളിലേക്ക് പോകാം. കിടക്കാം, വരൂ. ഇരുന്നേ. എന്താ മോളെ, നിനക്ക് എന്താ പ്രശ്നം? അമ്മായി, ഞാൻ ആകെ പ്രതിസന്ധിയില്ല. സാമ്പത്തിക ദാരിദ്ര്യ. കെട്ടിയനാണെങ്കിൽ കണ്ടില്ലേ, ഒരു മന്ദബുദ്ധി ആയി പോയി. ഈ കുടുംബം ഞാനാ നോക്കുന്നത്. അമ്മായി, എന്നെ ഒന്ന് സഹായിക്കണം. നീ കാര്യം പറയടി. അതെ, നാളെ ഇയാളെ എനിക്കൊരു 10 ലക്ഷം രൂപ വേണം.
അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്നാ പാത്രം കഴുകി വെച്ചു. കുടിച്ച് പൂസാൻ ഓ കിടക്കും. അങ്ങനെ ദേ നോക്കിയേ, നമ്മുടെ കൊച്ചിനെ ഒരു 10 ലക്ഷം രൂപ വേണോന്ന്. അവളെ സഹായിക്കാനല്ലേ നമ്മൾ വന്നിരിക്കണത്. കർത്താവേ. അവക്കൊരു 50 ലക്ഷം രൂപ കൊടുക്ക്. അയ്യോ, അമ്മായി. എന്റെ പൊന്നമ്മായി. ഉമ്മ. അമ്മ ചായ കാണുന്നേ. ഡിന്നർ എടുത്തു വെക്കാം കേട്ടോ. എന്റെ കർത്താവേ, എന്റെ ദാരിദ്ര്യം മുഴുവൻ തീർന്നു. എടോ കൊച്ചാപ്പി, എന്നാടി സോപ്പി? ഓ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തളം പാപ്പാന്റെ ഓട്ടം തുള്ളല്. 5000 രൂപ കടം ചോദിച്ച് സ്വന്തമായിട്ട് ഒരു തട്ടുകട തുടങ്ങാന്ന് വെച്ച് ഇങ്ങോട്ട് വന്ന് ഇപ്പൊ 50 ലക്ഷം രൂപ അങ്ങോട്ട്. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? പണ്ടത്തെ ഒരു തൊഴില് നമ്മുടെ കൈവശം ഉണ്ടല്ലോ. നിങ്ങള് സമാധാനപ്പെട്. എന്റെ കർത്താവ്, എന്റെ സ്വർണ്ണം ഒന്നും കാണുന്നില്ല. നിങ്ങളൊക്കെ ഓടി വാ. ആരുമില്ല ഇവിടെ. ഓടി വാ, വന്ന് എന്റെ സ്വർണ്ണം കാണുന്നില്ല. എന്റെ കർത്താവേ, പുറത്തുണ്ടോ? പെണ്ണുങ്ങളായില്ലല്ലോ. അയ്യോ അയ്യോ അയ്യോ, എന്റെ മാല ഒന്നും വടി മോളെ, എന്റെ മാല ഒന്നും കാണുന്നില്ലടി. അവളെ കരച്ചിലാണല്ലോ. ഇനിയിപ്പോ എല്ലാം അടിച്ചോണ്ട് പോയ കൂട്ടത്തിൽ അവളുടെ ചായത്തിലും അടിച്ചോണ്ട് പോയോ അവര്? ചേച്ചി, എന്റെ തുണി മണി സ്വർണ്ണം കാണുന്നില്ല. അയ്യോ, നിനക്ക് അത്രയല്ലേ പോയുള്ളൂ. എന്റെ സർവാംഗം അടിച്ചോണ്ട് പോയിടി. അയ്യോ, ബോധം കെട്ട് ഉറങ്ങി എന്നെ ചുമന്നോണ്ട് പോകാത്തത് വലിയ മഹാഭാഗ്യമായി. അയ്യോ, അവര് വീട് മുഴുവൻ കട്ടോണ്ട് പോകുന്നു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല മനുഷ്യ. ഓ, ഇവിടെ എന്തായിരുന്നു അങ്കും. അമ്മായിക്ക് അതുകൊണ്ട്, അമ്മായിക്ക് ഇതുകൊണ്ട്. ഓ, കിനിയായില്ല അമ്മായി. വകയിൽ അകന്ന ഒരു ആന്റിയാ. അവര് കള്ളക്കൂട്ടുകളാണെന്ന് ഞാൻ അറിഞ്ഞില്ല മനുഷ്യ. ചായക്കടക്കാരാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. അടുക്കളയിലിരുന്ന് അരക്കര ശർക്കര വരെ അടിച്ചോണ്ട് പോയില്ലയോ?